അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എന്തെല്ലാം സുഖല്ലേ? നമ്മളെ മൂന്നാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാട്ട് ദുറൂസുൽ ഇസ്ലാമിലെ നാലാമത്തെ പാഠത്തിന്റെ തദ്രീബാത്ത് നമുക്ക് വായിച്ചു നോക്കാം. നഖറഉ വനഫ്ഹമു, വായിച്ച് മനസ്സിലാക്കാം. ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിന്റെ ഒരു പേരാണ് ഖലീലുല്ലാഹ്. ഈദുൽ അദ്ഹ, ബലി പെരുന്നാൾ. ഹാജർ റളിയല്ലാഹു അൻഹ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. ഇസ്മായിൽ അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ. സംസം, മക്കയിലെ കഅബ ശരീഫക്കടുത്തുള്ള പുണ്യജലം. സഫ മർവ, കഅബ ശരീഫക്കടുത്തുള്ള രണ്ട് മലകൾ. തക്ബീർ, അല്ലാഹു അക്ബർ. തക്ബീർ എന്ന് പറഞ്ഞ അല്ലാഹു അക്ബർ. ഉൽഹിയ, ബലി. ഇനി വായിച്ചിട്ട് എഴുതണം. ഇതിപ്പോ വായിക്കും വേണം, എഴുതും വേണം. ഇതേപോലെ വായിക്കുക, എഴുതുക. പിന്നെ എല്ലാവർക്കും അറിയാം അല്ലേ? പിന്നെ നുഇദു മുദക്കിറ, നമ്മള് ബലി പെരുന്നാളിനെ കുറിച്ചിട്ട് സന്ദേശം എഴുതണം. ബലി പെരുന്നാളിനെ കുറിച്ച്, ബലി പെരുന്നാൾ ആഘോഷത്തെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. നിങ്ങളെ ഇഷ്ടത്തിന് എഴുതണം. ഞാനിപ്പോ ഒന്ന് എഴുതിയെന്ന് മാത്രം. ബലി പെരുന്നാൾ ലോക മുസ്ലിങ്ങളുടെ ആഘോഷമാണ്. പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദ്യത്തെ പുത്രനായ ഇസ്മായിൽ നബിയെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് അള്ളാഹുവിന്റെ പ്രീതിക്കായി ബലിയറുക്കാൻ തയ്യാറായി. അതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലി പെരുന്നാൾ. പ്രസ്തുത സംഭവവുമായി ബന്ധപ്പെട്ട ആഘോഷമായതുകൊണ്ട് ഇതിന് ബലി പെരുന്നാൾ എന്ന പേര് വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടിയുറച്ച വിശ്വാസത്തിന്റെ സമർപ്പണമാണ് ബലി പെരുന്നാൾ. അത് നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾ എഴുതുക. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഈ 4 നുജീബു, ഉത്തരം പറയാനാ. 1, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മറ്റൊരു പേര് എഴുതുക. നമ്മൾ തദ്രീബാത്തിന് തുടക്കത്തിൽ കണ്ടില്ലേ? ഖലീലുല്ലാഹ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ ആരാണ്? ഹാജർ റളിയല്ലാഹു അൻഹ. ഹാജറ എന്നല്ല, ഹാജർ റളിയല്ലാഹു അൻഹ. 3, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് സ്വപ്നത്തിലൂടെ അല്ലാഹു തആല എന്താണ് കൽപ്പിച്ചത്? മകൻ ഇസ്മായിൽ നബിയെ അറുക്കാൻ. 4, ബലി പെരുന്നാളിന് നാം നടത്തുന്ന ഉൽഹിയ്യത്തിൽ ആ സ്മരണ പുതുക്കലുണ്ട്. ഏത് സ്മരണ? ഇബ്രാഹിം നബിയോട് തന്റെ മകൻ ഇസ്മായിലിന് പകരം ആടിനെ അറുക്കാൻ അല്ലാഹു കൽപ്പിച്ചു. അവർ ആടിനെ അറുത്തു. ആ സ്മരണ പുതുക്കലുണ്ട്. നീ ആ ഒറ്റ ഭാഗം പൂരിപ്പിക്കാനാ. നബിമാരുടെ സ്വപ്നം ദാസിന്റെ ഭാഗമാണ്, വഹയിന്റെ ഭാഗമാണ്. 2, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ അല്ലാഹു തആല സ്വീകരിച്ചു. 3, ഹാജർ ബീവി സ്വഫ മർവക്ക് ഇടയിൽ ഓടി. 4, സംസം കിണർ കഅബ ശരീഫന്റെ അടുത്താണ്.
5 സംസം മനുഷ്യർക്ക് ശമനം നൽകുന്നു. അപ്പൊ അതങ്ങനെയായി. ഇനി പിന്നെ ഒരു പ്രബന്ധം ഇതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റി ഒരു പ്രബന്ധം നോട്ട്ബുക്കിൽ എഴുതി കൊള്ളൂലല്ലോ. പിന്നെ ഈ പാഠഭാഗത്തുനിന്ന് മനസ്സിലായ കുറെ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ എഴുത്. അത് നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ ഇങ്ങനെ എഴുത്. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ.